ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഡിസംബർ 9 എടുത്ത ഒരു വ്ളോഗാണ്. 9, 10, 11, 12, 13 അങ്ങനെ 5-6 ദിവസത്തെ കാര്യങ്ങൾ ഒരുമിച്ചാക്കി ഞാൻ ഈ വ്ളോഗ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുകയാണ്. ഞങ്ങളുടെ ഓഫീസിലൊരു പോട്ട്ലക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഓഫീസിൽ പോയ ഒരു കാഴ്ചയാണിത്. ഓഫീസിൽ ഞങ്ങൾ സീക്രട്ട് സാന്റൊക്കെ കളിച്ചു. ക്രിസ്മസിന് മുന്നേ ഒരു ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടീം മീറ്റിംഗ് ആയിരുന്നു കേട്ടോ ഈ വർഷത്തെ. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെ അടിച്ചു പൊളിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടായിരുന്നു ഡിസംബർ 9 ഞങ്ങൾ എൻഡ് ചെയ്തത്. അതിനുശേഷം വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്നു. നെക്സ്റ്റ് ഡേ അങ്ങനെ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് വർക്ക് ഫ്രം ഹോം തുടങ്ങിയത്. മസാല ദോശയാണ്, നല്ല ബട്ടറിട്ട മസാല ദോശയും. വാവ്, നല്ല ചൂട് ചായയും ചൂട് മസാല ദോശയും. കേരളയിലെ ഇലക്ഷൻ മാർക്കറ്റ് ഡൺ. റൗണ്ട് 2. ഇതെൻ്റെ സ്റ്റുഡിയോ റൂമാണ്. ഇങ്ങോട്ടൊക്കെ കയറിയിട്ട് ഇല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ കാലങ്ങളായി. ഞാനിപ്പം എളുപ്പത്തിനുള്ള പണികളാണ് ചെയ്യാറുള്ളത്. മിക്കവാറും ഞാൻ മേളിൽ തന്നെ ഇരുന്നങ്ങ് ഷൂട്ട് ചെയ്യും. സ്റ്റുഡിയോ റൂമിലോട്ട് വന്ന് ഇപ്പം അങ്ങനെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാറൊന്നുമില്ല. വലിയ കുറേ കാര്യങ്ങളൊക്കെ മേടിച്ച് ഫുൾ സെറ്റാക്കി വെച്ചതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങോട്ടൊന്നും വരുന്നതേ ഇല്ല ഗൈസ്. എന്താ അല്ലേ, ഞാനാണെങ്കിൽ ഈ സ്റ്റുഡിയോ റൂം ഉണ്ടാക്കിയ സമയത്ത് സ്റ്റുഡിയോ റൂം ഉണ്ടാക്കിയതല്ല, ആക്ച്വലി ഞാൻ ഈ സ്റ്റുഡിയോ റൂം ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ തന്നെ കാരണം എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും കൊച്ചു വർത്താനം സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടൊക്കെ വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. റീൽസ് എടുക്കാനും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്കായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയത്. ഇങ്ങനെ താഴോട്ട് ഈ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ ബേസ്മെന്റിലോട്ട് ഇങ്ങനെ ആരും വരാറില്ല. അപ്പം എൻ്റെ ഓഫീസ് റൂം ബേസ്മെന്റിലാന്ന് ഞാൻ നേരത്തെ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇത് എൻ്റെ ഓഫീസ് റൂമിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു റൂമാണ്. ഇവിടെ ബേസിക്കലി ഇത് സോണ റൂമാണ്. അപ്പം ഇവിടെ സോണ ആണ്. അപ്പം ഈ സോണ റൂം ഉപയോഗിച്ചിട്ട് ഇവിടെ വന്ന് നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിരുന്നു. പക്ഷെ ഞങ്ങളങ്ങനെ സോന ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പം ഞാനിതിനെ എൻ്റെ സ്റ്റുഡിയോ റൂമായിട്ട് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വലിയ ലോങ് മിററും പിന്നെ ഫുൾ വോളൊക്കെ ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് ഫുൾ സെറ്റപ്പ് ഒക്കെ ആക്കി. പക്ഷെ ഐ ഹാർഡ്ലി കം ഹിയർ or I hardly sit here or I hardly make any reels from this room. ഫസ്റ്റ് ഓഫ് ഓൾ പണ്ടത്തെ കൂട്ട് ഞാൻ ഒത്തിരി ഷോർട്സ് ഒന്നും ഇപ്പോൾ ഉണ്ടാക്കാറില്ല, റീൽസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ ഇപ്പം എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ലോങ് വീഡിയോസ് ആണ്. അപ്പം ഞാൻ ഈ വ്ളോഗായിട്ട് ഇടുവാണ്, വീക്ക്ലി വ്ളോഗ്സ് ആയിട്ട് ഇടുവാണ് എവറി മൺഡേ ആൻഡ് തേഴ്സ്ഡേ. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ബ്രേക്ക് വന്നതിന്റെ ഇമ്പാക്റ്റ് എനിക്ക് ശരിക്കും അറിയാനുണ്ട്. എൻ്റെ ഫോളോവേഴ്സ് ഒക്കെ കുറയാൻ തുടങ്ങി, വ്യൂസ് കംപ്ലീറ്റ്ലി കുറഞ്ഞു. ഞാൻ കണ്ടിന്യൂസ്ലി ഇപ്പം ഇടാൻ തുടങ്ങിയപ്പം ആ വ്യൂസിന്റെ ഗ്രാഫ് ഇപ്പം ഇച്ചിരി കൂടാൻ തുടങ്ങി. ബട്ട് സ്റ്റിൽ ഓൺ ആൻ എവറേജ് ഐ എം നോട്ട് ഗെറ്റിംഗ് മോർ ദാൻ 200 or 300 വ്യൂസ് ഓൺ ലോങ് വീഡിയോസ്. എന്നോട് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, മോണിറ്റൈസ് ഒക്കെ ആയില്ലേ, കാശൊക്കെ കിട്ടാൻ തുടങ്ങി യൂട്യൂബിൽ നിന്ന്. യൂട്യൂബിന് ഒരു ത്രെഷോൾഡ് ഉണ്ട്. ആ ത്രെഷോൾഡ് നമ്മൾ മീറ്റ് ചെയ്യണം. ലൈക്ക് ഒരു പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവണമെങ്കിൽ ഒരു ത്രെഷോൾഡ് ഉണ്ട്. ആ ത്രെഷോൾഡ് നമ്മൾ മീറ്റ് ചെയ്താലേ നമുക്ക് ആ കാശ് കിട്ടത്തുള്ളൂ. അപ്പം ഇറ്റ് ഡസന്റ് മാറ്റർ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ട് മോണിറ്റൈസ് ആയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സൻ ലെറ്റർ കിട്ടിയെന്നോ താങ്ക് യു എനേബിൾ ആയാലോ ഹൈപ്പ് എനേബിൾ ആയാലോ, ഇറ്റ് ഡസന്റ് മാറ്റർ. വാട്ട് മാറ്റേഴ്സ് ഈസ് ദാറ്റ് യു ഹാവ് ടു റീച്ച് ദാറ്റ് ത്രെഷോൾഡ്. അപ്പം എനിക്ക് മന്ത്ലി റവന്യൂ യൂട്യൂബിൽ നിന്ന് കിട്ടണമെങ്കിൽ ഞാൻ ത്രെഷോൾഡ് മീറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് എൻ്റെ മോണിറ്റൈസേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ റവന്യൂ അനാലിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാസവും എനിക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട്
യൂട്യൂബിൽ നിന്ന് അതിനകത്ത് ക്രെഡിറ്റ് ആവുന്നുണ്ട്. പക്ഷെ അതിന്റെ ത്രെഷോൾഡ് മീറ്റ് ആവാത്തത് കൊണ്ടാണ് അതെന്റെ അക്കൗണ്ടിലോട്ട് വരാത്തത്. അപ്പം ചില മാസം ലൈക്ക് ലാസ്റ്റ് മന്ത് ഇൻ ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ഒത്തിരി വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തില്ലായിരുന്നു. റീൽസ് പിന്നെ ഷോർട്സിന് നമുക്ക് അങ്ങനെ റവന്യൂ ഒന്നും കിട്ടത്തില്ല. നമുക്ക് ലോങ് ഫോർമാറ്റ് വീഡിയോസിന് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടത്തുള്ളൂ. അപ്പം അന്നൊന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഐ തിങ്ക് 0.75 cents അങ്ങനെ എന്തോ കിട്ടിയിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ ആ ബ്രേക്കിന് ശേഷം ഒരു ഓൾമോസ്റ്റ് ഒരു 5-6 വീക്സിന്റെ ബ്രേക്കിന് ശേഷമാണ് ഞാൻ പിന്നെയും വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അപ്പം വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പം പിന്നെയും ആ ട്രെൻഡ് താഴോട്ട് പോയ ട്രെൻഡ് ഇപ്പം തിരിച്ചു മേളിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് 2-3 months എനിക്ക് തോന്നുന്നു എൻ്റെ റവന്യൂ 3 ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ത്രെഷോൾഡ് ഒരു മാക്സിമം ഒരു ഫസ്റ്റ് എമൗണ്ട് ഡിസ്പോസ് ആവേണ്ട ഒരു ത്രെഷോൾഡ് ഉണ്ട്. അത് മീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പൈസ എൻ്റെ വീഡിയോസിൽ എനിക്ക് ഏൺ ചെയ്യണം, എന്നാലേ എനിക്കത് കിട്ടത്തുള്ളൂ. സോ അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പം എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകളോടുള്ള ആൻസർ ഇതാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും ഇതുവരെ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. ചാനൽ മോണിറ്റൈസ് ആയി, എല്ലാ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയും ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചാനലിൽ നിന്ന് എനിക്ക് റവന്യൂ കിട്ടണമെങ്കിൽ, യൂട്യൂബിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവണമെങ്കിൽ യൂറോസ്, ഡോളേഴ്സ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ജർമ്മനി, ഞാൻ യൂറോപ്പിലായത് കൊണ്ട് യൂറോസ് എന്ന് പറയുന്നതാണ്. അത് നമുക്ക് യൂഷ്വലി നമ്മൾ യൂറോസിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണിക്കുന്നത് കറൻസി. അപ്പം അതിന്റെ ത്രെഷോൾഡ് മീറ്റ് ചെയ്താലേ നമുക്ക് ഫസ്റ്റ് പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരത്തുള്ളൂ. ഇനിയുണ്ട് കുറച്ച് യൂറോയും കൂടെ അത് ആ ത്രെഷോൾഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫോർ ദാറ്റ് ഐ നീഡ് ഓൾ ഓഫ് യുവർ സപ്പോർട്ട്. നമ്മള് എല്ലാ യൂട്യൂബേഴ്സും ഇതൊരു ഫുൾ ടൈം ജോബ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഫ്രീ ടൈം ജോബ്. ഇതിൽ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട്. ഒത്തിരി ആളുകൾ ഇതിനെ പകുതി വഴി വെച്ച് വിട്ടു പോകുന്നവരുണ്ട്. ചിലര് ഭയങ്കരമായിട്ട് നമ്മള് എഫേർട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ആളുകളുടെ വീഡിയോസിനൊന്നും ഒരു വ്യൂസും കിട്ടാറില്ല. എക്സാമ്പിൾ എന്റെ തന്നെ എടുത്താല് ഞാൻ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട്. ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ആയാലും വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും നമ്മള് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഔട്ട്ഡോർ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ദർസ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ഞാൻ ആ എഫേർട്ട് ഇടുന്നുണ്ട്. ബട്ട് എനിക്ക് ആ എഫേർട്ടിന്റെ റിട്ടേൺ കിട്ടുന്നില്ല. ആൻഡ് ആ റിട്ടേൺ കിട്ടാതെ വരുമ്പോൾ എന്റെ കൂട്ട് പല ആളുകളും ഡീമോട്ടിവേറ്റ് ആയിട്ട് പോകും. ഓക്കെ, പിന്നെ ചിലരത് പകുതി വഴി വെച്ച് നിർത്തും. ചിലര് ഒരു ഹോബി ആയിട്ട് എടുക്കും. ഓക്കെ, എനിക്ക് ടൈം കിട്ടുമ്പം ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ചിലര് വിചാരിക്കും ഇനി എനിക്ക് വയ്യ, ഞാൻ നിർത്താൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടിട്ട് പോകും. ഞാനും അങ്ങനെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ഗുഡ് വിഷേഴ്സ് ഉണ്ട്, വെൽ വിഷേഴ്സ് ഉണ്ട്, എന്റെ നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, എന്റെ ക്ലോസ് ഫ്രണ്ട്സ് അല്ല കേട്ടോ. എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ദേ ആർ അറ്റ്ലീസ്റ്റ് ബോദർ ടു ഈവൻ give a thumbs up to a video, and I'm not expecting them to even watch my video or give any comments. നമ്മള് തീരെ പ്രതീക്ഷിക്കാത്ത കുറച്ച് ആളുകളുണ്ട് നമ്മുടെ ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മള് യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ട, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ട ഫ്രണ്ട്സ് ഉണ്ട്. ദേ ആർ റിയൽ ജെന്യുവൻ പീപ്പിൾ. അവര് നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് നമുക്ക് കമന്റ് തരും. അവരുടെ കമന്റ്സ് കാണുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ആവും. സോ അങ്ങനത്തെ കുറെ ഫ്രണ്ട്സ് എന്നെ കുറെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെന്റെ അടുത്ത് പറയും നിർത്തരുത്, കം ബാക്ക്. ഇപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോയിൽ ഒരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ, ചില വീഡിയോസിൽ ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള ഞാൻ ഇടുന്ന വ്ളോഗ്സ് അല്ലെങ്കിൽ വീഡിയോസിൽ ഇറ്റ്സ് വെരി മച്ച് വിസിബിൾ ഓൺ മൈ ഫേസ്. ആ എനർജി ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഇല്ല. ഐ എം ഡൂയിങ് ബിക്കോസ് ഐ ഹാവ് ടു, അങ്ങനത്തെ ഒരു മോഡായിരുന്നു. അപ്പൊ അവര് പറയുന്നുണ്ട് കം ബാക്ക്, യു ലുക്ക് ഗുഡ് വെൻ യു സ്മൈൽ, യു ലുക്ക് ഗുഡ് വെൻ യു സ്പീക്ക് ഇൻ ദ വേ യു ആക്ച്വലി സ്പീക്ക് മലയാളം. അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞിട്ട് കുറെ മോട്ടിവേറ്റിംഗ് കമന്റ്സ് ഒക്കെ എനിക്ക് തരാറുണ്ട്. അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കാരണം കൊണ്ടാണ് ഞാൻ ഇത് പിന്നെയും തുടർന്ന് പോകുന്നത്. അപ്പൊ ഇന്നും തേഴ്സ്ഡേ ആണ്. അപ്പൊ ഞാന് ഇപ്പൊ രാവിലത്തെ സമയം നല്ല വെയിൽ വന്നിട്ടുണ്ട്. അതാണ് എന്റെ മുഖത്തോട്ട് ഇങ്ങനെ വെയിൽ അടിക്കുന്നത്. അപ്പൊ എന്റെ ഓഫീസ് റൂം എന്ന് പറയുന്നത് അതാണ്. ഈ സ്റ്റുഡിയോ റൂമിന്റെ എന്നും ഞാൻ ഈ സ്റ്റുഡിയോ റൂം കണ്ടിട്ടാണ് എൻ്റെ ഓഫീസ് റൂമിലോട്ട് പോകുന്നത്. പക്ഷേ സ്റ്റിൽ എനിക്ക് ഇവിടെ വന്നിരുന്ന് വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. ഒന്നാമത്തെ തിരക്ക്, ട്രാവൽ, പിന്നെ വീട്ടിൻ്റെ കാര്യം, പിന്നെ എൻ്റെ സ്വന്തം കാര്യം, ഹെൽത്ത് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് ഒക്കെ തരിക, ഹൈപ്പ് ചെയ്യുക. അതിന് ആർക്കും ഒരു നഷ്ടമില്ലാത്ത കാര്യമാണ്.
എല്ലാവർക്കും അവരവരുടെയായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈലുണ്ടല്ലോ വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പം യൂട്യൂബ് വെറുതെ ഒരു സംഭവമല്ല, ഇറ്റ്സ് എ സീരിയസ് ബിസിനസ് ആൻഡ് എവ്രി വൺ ഇസ് ഇൻ ടു ഇറ്റ്. നാട്ടിലൊക്കെ എവറി സെക്കൻഡ് പേഴ്സൺ ഒരു യൂട്യൂബർ ആയിരിക്കും. നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിലും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ കൺസിഡറിങ് യൂട്യൂബ് ആസ് എ ഫുൾ ടൈം ജോബ്. ഇപ്പം നമ്മുടെ എത്രയോ ഫേമസ് ആയിട്ടുള്ള മലയാളി യൂട്യൂബേഴ്സ് നമ്മുടെ യൂറോപ്പിൽ തന്നെ ഉണ്ട്. നമ്മൾ പേരെടുക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യമേ തനി മലയാളി, കൈപ്പൻ ബ്ലോഗ്സ്, പിന്നെ ഫിൻലൻഡ് മല്ലു, കുറേ പേരുണ്ട്. അപ്പം നമുക്ക് അവരൊക്കെ നമുക്ക് ഒരു ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്. അപ്പം ഞാൻ അവരെയൊക്കെ കണ്ടിട്ടാണ് ഞാനും ഓരോ വ്ളോഗും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ മോട്ടിവേഷൻ ചില സമയത്ത് അങ്ങ് കുറഞ്ഞു പോകും. ബിക്കോസ് നമുക്ക് വ്യൂസ് കിട്ടാത്തപ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ശരിക്കും കുറഞ്ഞു പോകും. അവളുടെ സ്കൂളിൽ വന്നതാണ്. ഇതാണ് സൗപ്പുക്കുട്ടിയുടെ സ്കൂള്. ഞങ്ങളിവിടെ ക്ലിനിക്കിൽ വന്നതാണ്. അപ്പം അപ്പോയിൻമെൻ്റ് ഇല്ലാതെ നമുക്ക് അങ്ങനെ വാക്കിനൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എമർജൻസി ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ടിപ്പോൾ 2.5 മണിക്കൂറായി, ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പം ആദ്യമേ അപ്പോയിൻമെൻ്റ് ഉള്ളവരെയാണ് അവർ നോക്കുന്നത്, പിന്നാണ് അപ്പോയിൻമെൻ്റ് ഇല്ലാത്തവരെ നോക്കുന്നത്. ഇത് തൗപ്പുകുട്ടിക്ക് ചെറിയൊരു വയറുവേദന. അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പം അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ആദ്യമേ യൂണിവേഴ്സിറ്റിയിൽ പോയി ക്ലിനിക്കിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഫ്രൗ ക്ലിനിക്കിൽ പോകണമെന്ന് വെച്ചാൽ ലേഡീസ് ക്ലിനിക്കിൽ പോകണം, ഗൈനക്കോളജിസ്റ്റ്. അപ്പം അവിടെ അവർ നോക്കിയില്ല. അവിടെ നിന്ന് അവർ നമ്മുടെ വീടിനടുത്തുള്ള ഫ്രൗ ക്ലിനിക്കിൽ വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങളിവിടെ വന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. 2.5 മണിക്കൂറായി. അവളുടെ വയറുവേദന ഇപ്പം പോയി. പക്ഷെ ഞങ്ങൾക്കൊരു പേടി, പെട്ടെന്ന് ഇങ്ങനെ വയറുവേദന വന്നപ്പോൾ ഇനിയും എന്താണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യണം. ഇതുവരെ അവർ വിളിച്ചിട്ടില്ല. എന്താ കഷ്ടം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ്. മെഡിക്കൽ സപ്പോർട്ട് പെട്ടെന്ന് കിട്ടത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെല്ലാം ചെക്ക് ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, 13th ഡിസംബർ. ഇന്ന് എൻ്റെ ഫ്രണ്ട് മ്യൂണിക്കിൽ നിന്ന് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ വരുന്നത്. പിന്നെ അവർക്കൊരു പെറ്റുണ്ട്. പെറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താന്ന്. ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര പെറ്റ് ലവേഴ്സ് അല്ല, ലൈക്ക് ഡോഗാണ്. അപ്പം ഞാനും ശ്രീനേട്ടനും അങ്ങനെ ഡോഗ് ലവേഴ്സ് ഒന്നും അല്ല. പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പം ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചു ഞങ്ങളുടെ ഡോഗിനെയും കൂടെ കൊണ്ടുവന്നോട്ടെ, അപ്പം എങ്ങനെ ഇല്ല പറയാം. അപ്പം അവർ എല്ലാവരും കൂടെ വരുന്നുണ്ട് ലഞ്ചിന്. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ വെജിറ്റേറിയൻ. അപ്പം ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇടിയപ്പവും വെജ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. വൈഫും കുട്ടികളിലും, വൈഫിൻ്റെ പേര് രേണു എന്നാണ്, ഫ്രണ്ടിൻ്റെ പേര് നാഗപ്പൻ എന്നാണ്. അവർ തമിഴരാട്ടോ, മ്യൂണിക്കിലാണ് താമസിക്കുന്നത്. അപ്പം വൈഫിനും കുട്ടികളും നോൺ വെജ് കഴിക്കും. അപ്പോൾ ചിക്കനും ഗീ റൈസും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ വരും. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ക്ലീനിങ് എല്ലാം ചെയ്തു, ഫുഡെല്ലാം റെഡിയാക്കി സെറ്റാക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവരിപ്പോൾ വരും. ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടമുണ്ട്, അടപ്പായസം വെച്ചിട്ടുണ്ട്, പാലട, പിന്നെ ഇത് ഗീ റൈസാണ്, വെജ് സ്റ്റൂ ആക്കിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറി ആക്കിയിട്ടുണ്ട്. ചിക്കൻ കറിയാണ് തുറന്നു കഴിഞ്ഞാൽ അത് ഫുൾ സെറ്റാക്കി വെച്ചേക്കുന്ന പോകും. പിന്നെ ഒരു വെജിറ്റബിൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാം. പിന്നെ പക്കോടയുണ്ട്. പക്കോട ഞാൻ എയർ ഫ്രയറിൽ വെച്ചേക്കാണ്. അതപ്പം അവർ വരുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അവർ വന്നിട്ട് വീഡിയോ എടുക്കാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാം, കാണിക്കാം. അവരെപ്പോഴാണ് എത്തുന്നത്? 12 മണിക്ക് എത്തും എന്നാണ് പറഞ്ഞത്. ഇവിടെ വെട്ടമില്ല. ഹോപ്പ്ഫുള്ളി അവർ ഇപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ എത്തും. കേരളത്തിലെ ഇലക്ഷൻ വാർത്തകൾ അങ്ങനെ ഞങ്ങളും ജർമ്മനിയിലിരുന്ന് കാണുന്നുണ്ട് ഗൈസ്. നമുക്കങ്ങനെ പോളിറ്റിക്സ് ഒന്നും ഇഷ്ടമല്ല, പക്ഷേ നാട്ടിൽ നടക്കുന്ന ന്യൂസൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല, ഇത് കാണാവോ, ശ്രീനേട്ടൻ ന്യൂസ് അവിടെ വെക്കുന്നുണ്ട്. ശ്രീനേട്ടൻ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
He's posing. ഇങ്ങ പാര. Sit. Okay. Oh wait, these are good. Hey. நீ இப்ப எங்க வந்திருக்க என்ன சாப்பிட்ட எங்க வந்திருக்க இந்த அக்கா என்ன கொடுத்தாங்க பைரா இங்க பாரு பைரா ചേച്ചി இங்க பாரு யாரோ ஒருத்தர் பேசணும் பைரா இங்க பாரு இங்க பாரு பைரா என்ன கொடுத்தாங்க ஆ? ஏய் No, she will not go. No, she will not. അങ്ങനെ വൈകുന്നേരം 5:30 ആയിട്ടോ. എൻ്റെ ഫ്രണ്ടും ഫാമിലിയും വന്നൊക്കെ പോയി. ബൈറ എന്നാണ് അവരുടെ ഡോഗിന്റെ പേര്. ഇതിപ്പോൾ 5:30 ഇപ്പം ഞങ്ങൾ സുചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. ഇന്ന് സാറ്റർഡേ ഈവനിങ് ഗെറ്റ് ടുഗദർ അവിടെ. അപ്പം ഞാൻ വെജ് സ്റ്റൂവും പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ഒക്കെ ഓരോ ക്വാണ്ടിറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. വൈകിട്ട് അങ്ങോട്ടും ഇന്ന് വൈകിട്ട് ഡിന്നറിന്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. 5:30 ആയിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല ഇരുട്ട്. ഒരു മനുഷ്യരും റോഡിലില്ല. 2 സൈഡും വുഡ്സാണ്. ദൂരെ എവിടെയോ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. സ്ഥലത്തിന്റെ പേര് ഒബ്രേക്കൻ ബാ എന്നാണ്. നീ പറ. ഓക്കെ, ഞാൻ പറഞ്ഞത് തെറ്റി. പോട്ടെ, മാപ്പ്. നല്ല ടയർഡാട്ടോ. ഇന്ന് രാവിലെ നേരത്തെ എണീച്ചു. പിന്നെ വീട്ടിൽ ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു. എന്ത് രസമുണ്ട് നോക്ക്. ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം വിൻഡോസ് ചെയ്യണ്ട. ഈ വിൻഡോ ഒന്ന് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്. ഓക്കെ, അങ്ങ് ദൂരെയാണ് സുചേച്ചിയുടെ വീട്. അങ്ങനെ ഞങ്ങൾ അടുത്ത് എത്തി കേട്ടോ. അതാ ഞങ്ങളെത്തി. ഇതാണ് സുചേച്ചിയുടെ വീട്. ഇതാണ് സുചേച്ചിയുടെ വീട്. ഇതാണ് സുജ ചേച്ചി. ഹായ്. സുചേച്ചിയുടെ ഈ വീട് സെയിലിന് ഇട്ടേക്കുക. ഞാൻ ഇവരുടെ വീടിൻ്റെ സ്പെസിഫിക്കേഷൻസും പിന്നെ പ്രൈസും കാര്യങ്ങളും ഒക്കെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അവർ ഈ വീടിന് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഏട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഡീറ്റെയിൽസ് ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻട്രസ്റ്റ് ആർക്കെങ്കിലും ഇവിടെ എർലാംഗൻ ന്യൂൻബർഗ് ഒക്കെയുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറിയിട്ട് നോക്കാം കേട്ടോ. ഇന്നത്തെ വ്ളോഗ്, ഇന്നത്തെ ഈവനിങ് വ്ളോഗാണ്. രതിക വന്നിട്ടുണ്ട്. രതിക കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സും കൊണ്ടാണ് വന്നേക്കുന്നത്. ഇത് എന്റെ വ്ളോഗാണ്. ഒരു ഹലോ പറയൂ. രജീഷ് നാട്ടിലൊക്കെ പോയിട്ട് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ശബരിമല ട്രിപ്പൊക്കെ? അടിപൊളിയായിരുന്നു അല്ലേ? അങ്ങനെ ജർമ്മനി പോയി, അവിടുന്ന് ജർമ്മനിന്ന് കേരളത്തിൽ പോയി ബാംഗ്ലൂർ വഴി തിരിച്ചു വന്നു അല്ലേ? ഞങ്ങൾ പോയത് ജർമ്മനിയിൽ എർലാംഗനിൽ നിന്ന് ന്യൂറംബർഗ് എയർപോർട്ടിൽ പോയി. അവിടുന്ന് ഫ്രാങ്ക്ഫർട്ടിൽ പോയി, ഖത്തറിലോട്ട് പോയി. ഖത്തറിൽ പോയി, അത് പറഞ്ഞില്ല. ട്രിവാൻഡ്രത്ത് ഇറങ്ങി. ട്രിവാൻഡ്രത്ത് നിന്ന് ശബരിമല പോയി. പിന്നെ പോകാൻ അമ്പലങ്ങളൊന്നുമില്ല. അങ്ങനെ പോയി അവസാനം കേരളത്തിന്റെ ഒരക്ഷരത്തിൽ കാസർഗോഡല്ല, മുത്തപ്പൻകാവ് കാസർഗോഡാണ്, കണ്ണൂർ വരെ എത്തി. അവിടുന്ന് കാസർഗോഡ് വഴി നേരെ മൂകാംബിക കയറി. മൂകാംബികയിൽ നേരെ ചിക്കമംഗളൂർ വഴി ബാംഗ്ലൂർ എത്തി. കുറച്ച് പബ്ബുകളും പബ്ബിങ്ങൊക്കെ നടത്തി. അവിടുന്ന് ഖത്തറിന് ഫ്രാങ്ക്ഫർട്ടിന് ന്യൂറംബർഗ് വീട്ടിലെത്തി. പിന്നെ പ്രസാദമൊക്കെ കിട്ടി. താങ്ക് യു. ഇത് നമ്മുടെ ശബരിമലയുടെ ഉണ്ണിയപ്പം ആന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ? ഗോൾഡൻ ചെമ്പ് ഒന്നും കിട്ടിയില്ലേ? ഇതാണ് അവലൂസ് പൊടി, ഇത് കൊഴുക്കട്ട, ഇത് ഇലയട.
ഞങ്ങളങ്ങനെ സാറ്റർഡേ ഗെറ്റ് ടുഗെദർ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം സമയം 11 o'clock ആവുന്നു. അവിടെ ചെറിയ ഒരു തേനീച്ച അത് കണ്ടിട്ടാണ് വൈക പേടിച്ച് ഉള്ളിൽ കയറി. സൗപ്പുകുട്ടി വന്നിട്ടില്ലായിരുന്നു, അവൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ആഴ്ചയുടെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുന്നു. അപ്പം സൗപ്പുകുട്ടി വന്നിട്ടില്ലായിരുന്നു, അവൾ ഉറങ്ങി തോന്നുന്നു. സൗപ്പു ഉറങ്ങി. ഇപ്പം സമയം 10:30 കഴിഞ്ഞു. അപ്പോൾ അവൾ ഉറങ്ങി. ഞങ്ങൾ പോയിട്ട് വന്ന് എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾക്ക് നല്ല പണിയായിരുന്നു. രാവിലെ നേരത്തെ എണീച്ചു, കുക്കിങ്, ക്ലീനിങ്, പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അവർ വന്ന് പോകുന്നിടം വരെ തിരക്കായിരുന്നു. പിന്നെ അതിന് ശേഷം അവർ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സുചേച്ചിയുടെ വീട്ടിൽ പോകണമായിരുന്നു. ഒരു വീക്കെൻഡും കൂടെ കഴിഞ്ഞു. ഇനി 2 വീക്കെൻഡും കൂടെ കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ്. എന്താ പറയുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. പുതിയ വ്ളോഗായിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.